ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ പുണർദ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് വെച്ചാലും എൻ്റെ ഒരു ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് ഞാൻ അബുദാബിയിൽ ഒരു ഫ്ലാറ്റിലിരുന്നുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് കോൺസ്റ്റൻ്റായി നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ആക്ച്വലി ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ അതൊരു ആർട്ടാണ്, അതൊരു കൾച്ചറാണ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹെറിറ്റേജ് ആണ്. അപ്പൊ അത് നിലനിന്ന് പോകേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റേറ്റ് ഏതായിട്ടാണ് തോന്നി? വെസ്റ്റ് ബംഗാൾ. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കേരളത്തിലുള്ളവർക്കാണ് ഹാൻഡ്ലൂം അത്രയും അങ്ങോട്ട് സുപരിചിതമല്ലാത്തതെന്ന്. നമ്മുടെ നാട്ടിൽ ഒരു കോട്ടൺ സാരി ചിലപ്പോൾ ഒരു 1500 2500 കൊടുത്തെടുക്കാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് വിമുഖത കാണിക്കും. ഇപ്പം ഞാൻ ഇത്രയും സ്റ്റേറ്റിലൊക്കെ പോയിട്ട് വില്ലേജുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഈ കാഞ്ചീപുരം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്ന് ഒരു വീവറിനെ കണ്ടെത്താനായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ സാരിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം എന്താ? സാരി ഒരു ഇമോഷനാണ്. എൻ്റെ അമ്മ എന്നുള്ള ഒരു ഇമോഷൻ ആയിരിക്കും. അതിപ്പോ എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ആ ഒരു അമ്മയുടെ സാരി ആയിരിക്കും ആദ്യമായിട്ട് അവരെടുത്തിട്ടുള്ളതും അവരെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതും. ടീച്ചർ ആവാനുള്ള എൻ്റെ ആഗ്രഹം വരാൻ തന്നെ കാരണം അന്ന് ടീച്ചർമാരെല്ലാവരും സാരി മാത്രം എടുക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ടീച്ചർ ആവാനുള്ള ആഗ്രഹം ഇങ്ങനെ ഒരു സാരി എടുക്കാമെന്നുള്ളത് കൊണ്ട് ഞാൻ ടീച്ചറായതാണ്. സപ്പോർട്ട് ചെയ്ത ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. മകന്റെ ഭാഗത്തു നിന്നായാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോണേന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞത് എൻ്റെ അടുത്ത്, സാരില്ല അമ്മ, എന്തായാലും സാരിയല്ലേ, അതിപ്പോ ആൾക്കാർ വാങ്ങിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിക്കാലോ എന്നുള്ള ഒരൊറ്റ ഒരു വാക്കായിരുന്നു മോൻ പറഞ്ഞത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ദാ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ സംരംഭകയാണ്. ഒരു 1.5 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വിദേശത്തടക്കം ഇദ്ദേഹത്തിൻ്റെ മുഖമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പുണർദ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ബൊട്ടിക്ക് ഉണ്ട്. അതിൻ്റെ പേജൊക്കെ നമ്മളെടുത്ത് നോക്കി കാണാം. നിരവധി പല ഡിസൈനിലുള്ള സാരീസാണ്. ഇപ്പോൾ ജസ്റ്റ് ഈ ഇൻ്റർവ്യൂവിന് മുമ്പ് അതിൻ്റെ പേജ് എടുത്ത് നോക്കുമ്പോൾ എനിക്കറിയാവുന്ന സകല ഫ്രണ്ട്സും അത് ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര ഡിഫറെൻറ്റ് എന്താ പറയുക, പല വെറൈറ്റിയിൽ ഇത്രയധികം സാരികൾ എന്താ പറയുക ഒരു ഇൻസ്റ്റാ പേജിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഒരു 1.5 വർഷം കൊണ്ടാണ് ഇത് ലോകം മൊത്തം ഇവരുടെ മുഖമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരാളുള്ളത് രേഖ സുനിൽ. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എങ്ങനെയാണ് ഇത്രയും? ഞാൻ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന ഒരു കാര്യം, ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ടല്ലേ? ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് പല വില്ലേജിലും പോയിട്ടാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ട് വന്നത്. അതെ. ഇതെങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? ഞങ്ങൾക്ക് ട്രാവലിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം മുന്നേ നമ്മളിതിങ്ങനെ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഞങ്ങൾ ഫാമിലി ആയിട്ട് നമ്മൾ പലപ്പോഴും പല സ്ഥലത്ത് ട്രിപ്പ് പോവാറുണ്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓരോ സാരീസ് അല്ലെങ്കിൽ സൽവാസ് അങ്ങനെ പോണോടത്തിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പോയി പല സ്ഥലങ്ങളിലും ഡൽഹിയിലൊക്കെ ഞാൻ മുമ്പ് പോയി നോക്കുമ്പോൾ, ഡൽഹിയിലായാലും ബാംഗ്ലൂർ ആയാലും അല്ലെങ്കിൽ കർണാടകയിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റോഴ്സിൽ പോകുമ്പോൾ കാണുന്ന ഒരു ഐറ്റംസ് നമ്മൾ പലപ്പോഴും നമുക്ക് നാട്ടിൽ അവൈലബിൾ അല്ലാന്ന് തോന്നിയിട്ടുണ്ട്. അവിടുത്തെ ഒരു സാരിയുടെ സ്റ്റൈലും ഇതൊക്കെ വേറെയാണ്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അതൊന്നും എന്താന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല സ്റ്റോഴ്സും അവിടെ ഹാൻഡ്ലൂമിന് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റോഴ്സുകളുണ്ട് പുറത്ത്. അപ്പൊ ആ ഒരു സ്റ്റോറുകൾ കാണുമ്പോൾ ഞാൻ കരുതി നമ്മൾ കേരളത്തിൽ ഇതുപോലത്തെ സ്റ്റോറുകൾ വളരെ കുറവാണ്, ഹാൻഡ്ലൂമിന് പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റോറുകൾ. അങ്ങനെയാണ് ഒരു ഹാൻഡ്ലൂം ഒക്കെ മാത്രമായിട്ടുള്ള ഒരു സ്റ്റോർ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ആരംഭിക്കാന്ന് വിചാരിച്ചത്. ശരിക്കും ഇപ്പോൾ എത്രത്തോളം സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10-11 സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. 10-11 സ്റ്റേറ്റിൽ അതിലെ പല വില്ലേജുകളിലും പോയിട്ടുണ്ട്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കാഞ്ചീപുരം സാരി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ ഇത് ഇപ്പോഴും ഇവിടെ എത്താത്ത ഡിസൈനുകളും എന്താ പറയുക മെറ്റീരിയൽസും ഒക്കെ ഉണ്ട് ശരിക്കും നമ്മുടെ ഇന്ത്യക്കകത്ത്. കാഞ്ചീപുരം സാരീസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാതും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ എത്തണതാണ്. പക്ഷെ അത് കൂടാതെ തന്നെ നമ്മൾക്ക് കേട്ടുകേൾവി ഇല്ലാത്ത വില്ലേജുകളിൽ കേട്ടുകേൾവില്ലാത്ത കോട്ടൺസ്, സിൽക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കേരളത്തിലുള്ളവർക്കാണ് ഹാൻഡ്ലൂം അത്രയും അങ്ങോട്ട് സുപരിചിതമല്ലാത്തതെന്ന്. അങ്ങനെയാണോ തോന്നിയേക്കുന്നത്? മറ്റു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഒരു കോട്ടൺ സാരി ചിലപ്പോൾ ഒരു 1500 2500 കൊടുത്തെടുക്കാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് വിമുഖത കാണിക്കും. അതേസമയം നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 45,000 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് സാരീസ്, അത് ഈ ബാംബു യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ബനാന സ്റ്റെം ഒക്കെ ഇല്ലേ, ആ സ്റ്റെം ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാരീസ് ഒക്കെ ഉണ്ട്. അതിന്റെ നാരുകൾ കൊണ്ടൊക്കെ
അതൊക്കെ 50,000 ഒക്കെ സാരീസിന് വിലയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് എന്താ ഇതിന് ഇത്ര വിലന്ന്. പക്ഷെ അത് അവിടെ വളരെ പോപ്പുലർ ആയിട്ട് ആൾക്കാർ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡ്രസ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് ഡ്രസ്സുകൾ തയ്ക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഏതായിട്ടാ തോന്നി? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ്. ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. ഒരുപാട് വീവിംഗ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. പല ക്ലസ്റ്റേഴ്സും വീവ് ചെയ്യുന്നത് പലതരത്തിലുള്ള സാരീസ് ആണ്. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കളക്ഷൻ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കളക്ഷൻസ് നമ്മുടെ സ്റ്റോറിലുണ്ട്. ഓക്കെ, നമുക്ക് കേരളത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കണ്ട് അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഇഷ്ടപ്പെട്ടേക്കുന്ന എവിടെ നിന്ന് കൊടുന്നേക്കുന്ന സാരികളാണ്? ആക്ച്വലി എൻ്റെ സ്റ്റോറിൽ എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള സാരീസ് പോകുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലെ കോട്ടൺ സാരീസിനൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത സ്നേഹം നമ്മളെ കേരളത്തിലുള്ളവർക്ക് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ ഈ നമ്മൾ വെക്കുന്ന സാരിക്ക് ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതെന്താണ്? അത് കാഞ്ചീപുരം സാരീസിന്റെ. കാഞ്ചീപുരം സാരീസിൽ ഇപ്പൊ ഞാൻ ഇത്രയും സ്റ്റേറ്റിലൊക്കെ പോയിട്ട് വില്ലേജുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോ തൊട്ടടുത്ത് കിടക്കണ ഈ കാഞ്ചീപുരം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്ന് ഒരു വീവറിനെ കണ്ടെത്താനായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അവിടെ ആക്ച്വലി അവിടെ നിന്ന് നമ്മൾക്ക് വീവ് ചെയ്ത് വരുന്ന സാരീസ് ഞാൻ പുണർദയിൽ 3 gram സെറിയിലുള്ള സാരീസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 3 gram സെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സിൽവർ സെറിയിലാണ് ഈ സാരീസിലെ സെറി വീവ് ചെയ്ത് വരുന്നത്. പ്യുവർ സിൽവർ സെറിയിൽ 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സെറിയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും കാണുന്ന റീൽസ് ഒക്കെ കാണില്ലേ, ഈ കാഞ്ചീപുരം സാരി തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുന്നൊക്കെ, അങ്ങനെയുള്ളത് ഇതുപോലത്തെ സാരീസ് ആണ് 3 gram സെറിയിലുള്ളത്. 3 gram 4 gram 5 grams. ശരിക്കും ഇപ്പൊ ഈ സാരികൾ ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഒരുപാട് സ്റ്റോർ വന്നിട്ടുണ്ട് തിരിച്ചെടുക്കുന്നത്. അത് അവരെന്തായിരിക്കും ചെയ്യുക? അത് അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അതിലെ സിൽവറിന് അവർക്ക് പൈസ കിട്ടും തിരിച്ച്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്യുവർ സിൽവർ ആണ്. നമ്മളിപ്പോൾ ഒരു സാരി എടുക്കാൻ പോയിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ സാരിക്കുള്ള പ്രൈസ് അല്ല വീവേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം പറയണേ. അപ്പം ഞാൻ റീസൺ ചോദിക്കുമ്പോൾ പറയാ സിൽവറിന്റെ പ്രൈസ് കൂടി, ഗോൾഡിന്റെ പ്രൈസ് കൂടി മാഡം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രൈസിന് തരാൻ പറ്റില്ല എന്നാ പറയാ. അത്ര വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പ്യുവർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ. ഇങ്ങനത്തെ സാരീസ് നമുക്ക് ഒരു സെറി ടെസ്റ്റിംഗ് സെന്ററിൽ നിന്ന് സെറി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നമ്മൾ ഓരോ സാരി നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഇത്ര പെർസെൻറ്റേജ് സിൽവർ ഉണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും. അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ പുണർത്തയിൽ വെക്കുന്നുണ്ട്. അത് തമിഴ്നാട് സെറി ലിമിറ്റഡിൻ്റെ ഉണ്ട്, അതുപോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്യുവർ ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ സ്റ്റോറിൽ പ്യുവർ ആയിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ തന്നെ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റും വരുന്നുണ്ട്. ഇപ്പൊ ഈ ഓൺലൈനിലൊക്കെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ്? 1000 രൂപയ്ക്ക് കാഞ്ചീപുരം സാരി അല്ലെങ്കിൽ 500-1500 രൂപയ്ക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും പ്യുവർ സെറിയും അല്ല, പ്യുവർ സിൽക്കും അല്ല. അതെങ്ങനെ മനസ്സിലാവും? ഒരു കസ്റ്റമർക്ക് മനസ്സിലാവും? കസ്റ്റമറിന് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഒരു ഓതന്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുക, അത്രമാത്രം തന്നെ പറയാൻ പറ്റും. ഒരു സ്ഥലത്തിന് വിശ്വസിച്ച് അവരോട് വിശ്വാസം, ഈ സർട്ടിഫിക്കറ്റ് ഒരു തരത്തിൽ കസ്റ്റമേഴ്സിന് ഒരു വിശ്വാസത വരുത്തുന്നതാണ്. പിന്നെ ചില കസ്റ്റമേഴ്സിന് ആ സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട. അതായത് നമ്മുടെ ഒരു അമ്മമാരുടെ പ്രായമുള്ളവർ അല്ലെങ്കിൽ ആ ഒരു ഏജുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ സാരി നിവർത്തി കാണിക്കുമ്പോൾ തന്നെ അവർ പറയാം എൻ്റെ കല്യാണ സാരി ഇതുപോലത്തെ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ടൈമിലെ സാരി ഇങ്ങനെയാണ് എന്ന് പറയുന്ന അമ്മമാരുണ്ട്. അവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഓപ്പൺ ചെയ്ത് അതിൻ്റെ ആ ഒരു ബോർഡേഴ്സും പല്ലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പ്യുവർ ആയിട്ടുള്ള സാരി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഓൺലൈൻ സർവീസ് ഇല്ലേ? ഓൺലൈനിലെ സർവീസ് എങ്ങോട്ടൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട്? നമ്മൾ ഇന്ത്യക്ക് പുറത്തായാലും നമ്മൾ USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലായിടത്തേക്കും നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സീസൺ, നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഹാൻഡ്ലൂം സാരീസും ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഹാൻഡ്ലൂം സാരീസിന് ഫെസ്റ്റിവൽ സീസണിൽ പ്രാധാന്യം ഉണ്ട്. അത് മാത്രമല്ല പുറത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് അവർക്ക് അതിന് എപ്പോഴാണ് അവരുടെ അവിടുത്തെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഒരു ടൈമിനനുസരിച്ച് നമ്മുടെ അടുത്ത് വിളിച്ച് അവർക്കിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒറ്റ പ്രാവശ്യം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോರು പിന്നെ എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന് നോക്കും. അതുപോലെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കും രേഖ ഏതാ ഐറ്റംസ് ഉള്ളത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ ഹാപ്പിയാണ്. ശരിക്കും 1.5 വർഷം കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇത്രയധികം നല്ല ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പരസ്യത്തെക്കാട്ടിയും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ. പരസ്യം നമ്മൾ അധികം ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല നമ്മള്. പക്ഷേ മൗത്ത് പബ്ലിസിറ്റി അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് കാണുന്നത്. അതെ. അപ്പൊ പിന്നെ ഈ ദിവസം ഇപ്പൊ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ വരുന്നൊരു മേഖലയാണ്. എല്ലാ ദിവസവും ഇതിന്റെ ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുക.
ഇതൊക്കെ എങ്ങനെ നമ്മൾ ലൈവായിട്ട് നിൽക്കണ്ടേ ഇതിന്റെ പുറകിൽ? ലൈവായിട്ട് നിൽക്കണം. ആക്ച്വലി ഇതിപ്പോ ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ പുണർദ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് വെച്ചാലും എൻ്റെ ഒരു ലാസ്റ്റ് ഒരു 10 years ഞാൻ അബുദാബിയിൽ ഒരു ഫ്ലാറ്റിലിരുന്നുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു സാധനം തുടങ്ങണം, എനിക്കതപ്പോൾ എന്നായാലും അതിലെപ്പോഴും കോൺസ്റ്റൻ്റായി നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സാരി എന്നുള്ളതിൽ തന്നെ ഞാൻ ഒരുപാട് ഹോംവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഒരു ഫലമാണ്, അല്ലാണ്ട് 1.5 വർഷത്തെ ഒരു പ്രിപ്പറേഷൻ അല്ല ഇത്. അതെ, കുറച്ച് നാളുകളായിട്ട് എന്തെങ്കിലും തുടങ്ങുമ്പോൾ അത് ഞാൻ അതിൽ സന്തോഷത്തോടെ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് നോക്കുമ്പോൾ അത് സാരിയാണ്, അതിൻ്റെ ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റണത്. അതിന്റെ പർച്ചേസിന് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെ ഒന്നിലും എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഈ സാരിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം എന്താ? സാരിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ് നമ്മളുടെ ചില സ്റ്റോറീസ് പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മളുടെ അമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛമ്മമാരോ അമ്മൂമ്മമാരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ 1-2 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ അമ്മ ഒരു വർക്കിംഗ് വുമണാണ്. അപ്പോൾ എന്നെ വീട്ടിലാക്കിയിട്ട് അമ്മ ജോലിക്ക് പോണ സമയത്ത് അമ്മ സാരിയൊക്കെ നമ്മൾ മുമ്പത്തൊക്കെ അമ്മമാരെല്ലാം സാരീസ് ആണല്ലോ യൂസ് ചെയ്യാറ്. ആ സാരി അങ്ങനെ ഊരിയിട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സാരി നോക്കി നിന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. അമ്മ വരണ വരെ ഞാൻ അവിടേക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സാരി ഒരു ഇമോഷനാണ്. എൻ്റെ അമ്മ എന്നുള്ള ഒരു ഇമോഷൻ ആയിരിക്കും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ആ ഒരു അമ്മയുടെ സാരി ആയിരിക്കും ആദ്യമായിട്ട് അവരെടുത്തിട്ടുള്ളതും അവരെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതും. തീർച്ചയായിട്ടും. അതുകൊണ്ട് എനിക്ക് സാരി ആ ഒരു കാലം തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നീട് ഞാൻ വലുതായപ്പോൾ ടീച്ചർ ആവാനുള്ള എൻ്റെ ആഗ്രഹം വരാൻ തന്നെ കാരണം അന്ന് ടീച്ചർമാരെല്ലാവരും സാരി മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ടീച്ചർ ആവാനുള്ള ആഗ്രഹം ഇങ്ങനെ ഒരു സാരി എടുക്കാമെന്നുള്ളത് കൊണ്ട് ഞാൻ ടീച്ചറായതാണ്. ശരിക്കും ഇതിന്റെ പുറകിൽ ഒരു അമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്. അമ്മ എന്ന് പറയാം, അത് എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അവരാദ്യത്തെ ആ ഒരു സാരി അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് തൊട്ട് എനിക്ക് ആ ഒരു സാരി എന്നുള്ള ഒരു ഇമോഷൻ ഉണ്ട്. അതിന് പിടിച്ചിട്ടാണ് ഞാൻ കരഞ്ഞിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലുള്ളവരെല്ലാവരും വിളിക്കുമായിരുന്നു, ആ മോളെ അമ്മ ഇപ്പൊ വരും വിളിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അത് നോക്കി നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. ലോകം മൊത്തം ആൾക്കാർക്ക് ആണ്. ഇപ്പൊ എനിക്ക് എത്ര ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും എത്ര വലിയ സ്റ്റോഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് അവര് ഭയങ്കര ഹാപ്പിയാണ്. പലരും എല്ലാവരും പറഞ്ഞ പോലെ എന്നോട് വന്ന് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയും അത്രയും നല്ല സാരി ആയിരുന്നു, നല്ലതായിരുന്നു ചേച്ചി, അല്ലെങ്കിൽ അങ്ങനെ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ എല്ലാവർക്കും കളർ കോമ്പിനേഷൻസ് പ്യുവർ ആയിട്ടുള്ളതാണെന്നുള്ളത് അവർ കയ്യിൽ കിട്ടണവരെ അവർ തിരിച്ചറിയുന്നില്ലല്ലോ. ഈ പുറത്തുള്ള കസ്റ്റമേഴ്സിൽ ഏറ്റവും വലിയ കാര്യം അവരുടെ കയ്യിൽ അവർക്ക് ഇങ്ങനെ നാട്ടിലെ പോലെ അവിടെ ഇവിടെ കയറി ഇറങ്ങാനുള്ള ഷോപ്സ് അവിടെ ഇല്ല. അപ്പൊ അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അപ്പോൾ അതിൽ 100% എനിക്ക് അവർക്കൊരു 100% റിസൾട്ട് കൊടുക്കണമെങ്കിൽ അത് നല്ല ഹാൻഡ്ലൂം പ്രോഡക്ട്സ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ശരിക്കും ഇപ്പോൾ പുണർത്തേനെ മറ്റ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ എന്താ പറയുക? സ്പെഷ്യാലിറ്റി ഹാൻഡ്ലൂം തന്നെ, ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള പ്യുവർ ഹാൻഡ്ലൂംസ്. അത് ഓൾ ഓവർ ലൂംസ്, ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള ലൂംസിൽ ഞാൻ തന്നെ ഡയറക്റ്റ് ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കസ്റ്റമർ സർവീസ് എല്ലാ കസ്റ്റമറിനും ആവശ്യമുള്ള ഒരു കാര്യം എന്താ പറയുക, ഒരു ഫോളോ അപ്പ് സർവീസ് ആണ്. ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ഓൺലൈനിൽ മേടിക്കുമ്പോൾ അതിലൊരു കളർ വ്യത്യാസം എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു തരാനും മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ദൂരെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ഞങ്ങൾ ഇത് തിരിച്ചെടുക്കില്ല എന്നോ അങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടീഷൻസ് വെക്കാറില്ല. നമ്മൾ അവരോട് പറയും ഇങ്ങനെ കളർ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവാം എന്നുള്ളത് പറയും. അതെന്തായാലും ഫോട്ടോയിലും വീഡിയോയിലും വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അവർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. ആ കളറിൽ ശരി മാഡം നന്നായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചേച്ചി നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ വസ്ത്രശൈലിനെ കുറിച്ച്, ഇവിടുത്തെ വസ്ത്രത്തിന്റെ ക്വാളിറ്റിനെ കുറിച്ചും അവരെന്താ പറയുന്നത്? അവർക്ക് ആകെ നമ്മുടെ കേരള സാരി മാത്രമേ അറിയുള്ളൂ. അതിനെ കുറിച്ച് എന്താണ് കേരള സാരിനെ കുറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ? അവർക്കത് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നുന്ന ഒരു ഐറ്റാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ വളരെ അവർ പറയാറുണ്ട്, നന്നായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. അവർ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിനെ കുറിച്ച് ആദ്യം പറയാ നിങ്ങളുടെ കേരള സാരി എന്ന് തന്നെയാണ് അവർ പറഞ്ഞു തുടങ്ങുക. ഇനിയിപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്കിത് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ ഓൺടർപ്രനേഴ്സിനെയും പോലെ. ആക്ച്വലി ഇത് ബിസിനസ്സിനേക്കാൾ ഉപരി ഞാനൊരു പാഷനായിട്ട് കൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തായാലും രേഖയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് സംസാരത്തിലാണെങ്കിലും. ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഈ ഒരു എനർജിയാണ് രേഖനെ ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് നയിക്കുന്നത്. ഈ ഒരു എനർജി എവിടെ നിന്ന് കിട്ടി? അതെനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിനോടുള്ള ഒരു താല്പര്യമായിരിക്കും. ഇമോഷന്റെ കണക്ഷൻ മാത്രമല്ല, നമുക്കൊരു താല്പര്യമുള്ള വിഷയത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുമല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്, ഹാൻഡ്ലൂമിനെ കുറിച്ച് അറിയണ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർ സാരി ഒരു എടുക്കാൻ വന്നാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങി അവർ 1 hour കഴിഞ്ഞിട്ടായാലും സാരി എടുത്ത് 1 hour കഴിഞ്ഞ് സംസാരിച്ചിട്ടായാലും അവരോട് നിന്ന് പോവുള്ളൂ. അത്ര വിശേഷമൊക്കെ പറഞ്ഞ് ഈ സാരീനെ കുറിച്ച് എനിക്കിപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച്, അതല്ലെങ്കിൽ അവിടുത്തെ വീവിംഗ് ക്ലസ്റ്റേഴ്സിനെ കുറിച്ച്, അപ്പൊ അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചാൽ എനിക്ക് പറയാൻ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഒരു അത്ഭുതമായിട്ട് തോന്നിയേക്കുന്ന ഒരു മേക്കിംഗ് ഏതാണ്? ഏത് സ്റ്റേറ്റിൽ പോയി അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത്? ഒരിക്കൽ ഞാൻ വെങ്കിടഗിരി, ആന്ധ്രയില് വെങ്കിടഗിരി പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു വീവറിനെ വിളിച്ചിട്ട് ഞാൻ ആളുടെ അടുത്തേക്ക് പോയപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഹിന്ദി ഇംഗ്ലീഷും ഒന്നും അത്ര അറിയില്ല. പക്ഷെ ഞാൻ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. ഞാൻ അങ്ങനെ പോയി. അങ്ങനെ പോയപ്പോൾ ആൾ എനിക്കൊരു സാരി കാട്ടി തന്നു. അയാൾ ചെയ്തേക്കണതാന്ന് പറഞ്ഞിട്ട് കോട്ടണിലാണ്. 1.5 ലക്ഷം രൂപയാണ് ആൾ എൻ്റെ അടുത്ത് പറയണ ആ റേറ്റ്. ആ സാരിക്ക് വിലയുണ്ടെന്ന്. വെറും കോട്ടൺ സാരി, അതിന്റെ ഒരു പല്ലൂല് കൃഷ്ണനെയും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ 1.5 ലക്ഷം രൂപയാണ് ആ സാരിയുടെ വില. അതില് അവരുടെ അത്രയും ഹാർഡ് വർക്ക് അതിലുണ്ട്. അതുപോലെ ആ ഒരു സെറി യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണെങ്കിലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെറി. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടില്, കേരളത്തിൽ അങ്ങനെ ഒരാളും വാങ്ങിക്കൂല. അതെനിക്ക് ഭയങ്കര ഒരു വാന്ന് തോന്നിയ ഒരു കാര്യമാണ്. ഇത്രയും രൂപ കൊടുത്തിട്ട് അവരെ ആസ് പെർ ഓർഡർ ആണ് അത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള റേറ്റിംഗ് നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ ഏറ്റവും ഇപ്പം നമ്മൾ കൊടുക്കുന്നതിൽ ഏറ്റവും ഒരു എന്തായാലും എല്ലാ സ്റ്റോറിലും ഒരു പരിഭാവനമായിട്ട് മാറ്റി വെക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. നമ്മുടെ എന്താണുള്ളത്? ഒരു 55 ആയിരിക്കും. അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? 55 റേഞ്ചിൽ വരുന്ന സാരി എൻ്റെ അടുത്ത് കാഞ്ചീപുരം സാരിയാണ്. 3 ഗ്രാമിൽ സെറിയിൽ വീവ് ചെയ്ത് വന്നിരിക്കുന്ന കാഞ്ചീപുരം സാരിയാണ് 55 റേഞ്ച് ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഓരോ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ നമ്മുടെ അടുത്തേക്ക് തിരഞ്ഞു വരുമ്പോഴും ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് കാഞ്ചീപുരം സാരീസ് ആണ്. ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പേരുണ്ട്, കാഞ്ചീപുരം എന്നുള്ള പേരുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നതും കാഞ്ചീപുരം ആണോ? അങ്ങനെയല്ല, എനിക്ക് എല്ലാത്തിനും മിക്സ് ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് പോണത്. എൻ്റെ അടുത്ത് ഒരു 10-11 സ്റ്റേറ്റില് സാരീസ് ഉള്ളതുകൊണ്ട് തന്നെ അത് പലതും മിക്സ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ സ്റ്റോറിലേക്ക് ആളുകൾ ദൂരെ നിന്നൊക്കെ എന്തായാലും ഇപ്പൊ ഓൺലൈനിൽ മേടിക്കുന്നവർക്ക് എന്തായാലും ഒന്ന് നേരിട്ട് വന്നെന്ന് തോന്നാറില്ലേ? അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ദൂരെന്ന് ഇപ്പൊ കോയമ്പത്തൂരിന്ന് തമിഴിൽ വന്നിട്ട് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. കല്യാണമൊക്കെ വരുമ്പോ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി. കോയമ്പത്തൂരിന്ന് ഒരു തമിഴ് അപ്പ, പിന്നെ ഹസ്ബൻഡ്, ആ കുട്ടിയുടെ ഹസ്ബൻഡ്, കുട്ടി, ആ ഒരു ലേഡി, അവരുടെ മോൻ, അവര് വന്നിട്ട് വാങ്ങിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരോട് ചോദിച്ചു, ഇവിടെയുള്ള ഒരു കോയമ്പത്തൂർക്ക് പോണത് നിങ്ങളെ കോയമ്പത്തൂരിൽ നിന്ന് എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു റീല് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, അത് കാരണം വന്നതാണ്. പർച്ചേസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇപ്പോ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി എന്തായാലും നമുക്ക് പല ടെൻഷൻ ഉണ്ടാവും ഉള്ളിൽ. ഞാൻ എന്തായാലും ഇറങ്ങുകയാണ് ഇതിലേക്ക്. എന്തായാലും ഇത്രയും ഒരു 10 വർഷത്തോളം ഇരുന്ന് ആലോചിച്ച് ഞാനൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും. എന്നിട്ടും അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തൊരു ബാക്ക് ബോൺ ആരാണ്? സപ്പോർട്ട് ചെയ്ത ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും എന്നെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഞാനിങ്ങനെ ഒരു പറയുന്നുണ്ടെങ്കിലും കൂടി ഞാൻ ഇങ്ങനത്തെ ഇതിലൊന്നും സീരിയസ് ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അതുകൊണ്ട് അവരത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ല. പക്ഷെ മകന്റെ ഭാഗത്തു നിന്നായാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോണേന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞത് എൻ്റെ അടുത്ത്, സാരില്ല അമ്മ, എന്തായാലും സാരിയല്ലേ, അതിപ്പോ ആൾക്കാർ വാങ്ങിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിക്കാലോ എന്നുള്ള ഒരൊറ്റ ഒരു വാക്കായിരുന്നു മോൻ പറഞ്ഞത്.
മതി അത് മതി അത് മതി ധൈര്യം കിട്ടി. അത് മതി. ശരിയാണല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഓരോ സാരി പർച്ചേസിന് പോകുമ്പോഴും ഞാൻ വിചാരിക്കുക ഇതിപ്പോ കസ്റ്റമർ കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ എടുക്കും. അതെ നല്ലതാണല്ലോ. അതായത് ഞാനിത് ബിസിനസ്സിനേക്കാളും ഞാൻ പറഞ്ഞോളൂ എൻ്റെ ഒരു പാഷനാണ്. ഇപ്പൊ ഒരു കസ്റ്റമർ എൻ്റെ ഷോപ്പിൽ വന്നിട്ട് അവരിത് നോക്കിയിട്ട് പറയുകയാണ് നന്നായിട്ടുണ്ട്, ഇതിന്റെ കളർ കോമ്പിനേഷൻ ഇതായിട്ട് വേറെ സ്ഥലത്ത് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തൊക്കെയോ സന്തോഷങ്ങളാണ് തരുന്നത്. അത് നമുക്ക് മണിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഈ സാരികളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലർ ഓരോ ടിപ്സ് പറയും. അത് ഓരോ ടിപ്സും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. എന്താണ് നമ്മുടെ ഭാഗത്ത് പറയാനുള്ളത്? നമ്മൾ ഈ ഹാൻഡ്ലൂം സാരീസ് അതിപ്പോൾ കോട്ടൺ ആയാലും സിൽക്ക് ആയാലും കൂടുതലും നമ്മൾ സെൽഫ് വാഷ് ചെയ്യാണ്ടിരിക്കുക, അതാണ് വേണ്ടത്. പിന്നെ പരമാവധി നമ്മൾ അത് ഇപ്പോൾ ഡ്രൈ വാഷിനും ഡ്രൈ ക്ലീനിങ്ങിനും കൊടുക്കാണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ചെറിയ വെയിലത്തൊക്കെ ഒന്നിട്ട് ഉണക്കി എടുത്ത് മടക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രാവശ്യത്തെ യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾ വാഷ് ചെയ്യുന്നു അത്രമാത്രം അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ഒന്ന് കുറഞ്ഞു കിട്ടും. അതാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി ഡ്രൈ ക്ലീനിങ് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ സാരിക്കൊക്കെ ബ്ലൗസിന് ലൈനിങ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ലൈനിങ് എടുക്കാം. പലപ്പോഴും അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാരി ഇത്രയും വിലയുടെ സാരി വാങ്ങിച്ചിട്ട് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ ചിലപ്പോൾ വളരെ ചീപ്പായിട്ടുള്ളത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് നമ്മൾ സ്വെറ്റ് ചെയ്യണ സമയത്ത് ഈ ഇതുമലത്തെ ലൈനിങ് കളർ ഇളകാൻ തുടങ്ങും. അത് ഇളകിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഈ സാരിയുമ്മ പിടിക്കും. അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരിയും ഇതും കളർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാരി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പ്രത്യേകിച്ച് നമ്മുടെ പെൻകലങ്കാരി സാരീസ് ഉണ്ട്. പെൻകലങ്കാരി സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീകലഹസ്തിയിൽ ചെയ്യണതാണ്. അത് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഈ പാലിലാണ് ഡിപ്പ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും അവർ ഓരോ കളേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടും പാലിൽ ഡിപ്പ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഉണക്കും, പിന്നെയും പാലിൽ ഡിപ്പ് ചെയ്യും. അപ്പോൾ അവരത് പറയുന്നുണ്ട് ആ സാരി കൂടുതലും അടച്ചു വെക്കരുതെന്ന്. ആ സാരി നമ്മൾ വാർഡ്രോബിലൊന്നും ക്ലോസ് ആയിട്ടുള്ള വാർഡ്രോബിലൊന്നും അടച്ചു വെക്കരുതെന്ന്. പരമാവധി പുറത്ത് തന്നെ ഫോൾഡ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തിടാനായിട്ട് ശ്രമിക്കണം എന്ന് പറയാറുണ്ട്. സാരിയുടെ പേരെന്താ പറഞ്ഞത്? പെൻ കലങ്കാരി. ഇപ്പൊ ഇത്രയധികം സാരികളുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ് രേഖ. രേഖയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രീം പോലെ അത്ര ഇഷ്ടപ്പെട്ട ഒരു സാരി ഏതാ? എനിക്ക് എല്ലാ സാരീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്യുവർ മൾബറി സിൽക്കിൽ വീവ് ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാരീസ് എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വെസ്റ്റ് ബംഗാൾസിന്റെ കോട്ടൺ സാരീസ് അത് വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാരീസ് ഒക്കെ ഉണ്ട്. ഈ മൾബറി സിൽക്സിൽ എടുക്കുന്ന ഇത് എവിടെയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? മൾബറി സിൽക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിടെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പല സ്റ്റേറ്റുകളിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് വീവ് ചെയ്യണത് പലതരത്തിലാണ് വീവ് ചെയ്ത് വരുന്നത്. ഇനി ഇപ്പൊ നമുക്ക് ഓരോ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് ഒരു സാരി ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇപ്പൊ ഈ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ നോക്കുമല്ലോ പല ഫംഗ്ഷൻസിലൊക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറെന്റ് കളറുകൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആവാൻ സാധ്യതയുണ്ടോ? ആക്ച്വലി നമ്മൾ ഈ ഹാൻഡ്ലൂമിൽ ഇത് അത്ര അങ്ങനെ അവൈലബിൾ ആക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒരേപോലത്തെ സാരീസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഓർഡർ കൊടുത്ത് ചെയ്യിക്കുമ്പോൾ നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു സാരി ആയിട്ട് അവർ ചെയ്യില്ല. അവരൊരു ലൂമിൽ ഒറ്റ ടൈം നമ്മൾ ലൂമിലേക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുമല്ലോ, ഡൈ ചെയ്തെടുക്കുന്ന സമയത്ത് അവർ ആ ഒരു ലേബർ അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ നല്ലത് ഒരു 5-6 സാരീസിനുള്ള നൂല് ഒരുമിച്ച് ഡൈ ചെയ്ത് ലൂമിൽ ഇടുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒറ്റ സാരി ആയിട്ട് വീവേഴ്സിനോട് ഓർഡർ കൊടുക്കാൻ അത്ര എളുപ്പമല്ല. അതായത് അവർ നമ്മളോട് ആവശ്യപ്പെടുക ഒരു 6 സാരിയെങ്കിലും നമ്മളോട് ആ സെയിം പോലത്തെ 6 സാരിയെങ്കിലും എടുക്കാൻ നമ്മളോട് പറയും നമ്മളായിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ. എന്തായാലും ഇനി മുമ്പോട്ടുള്ള യാത്രകളിൽ എന്തായാലും നമ്മൾ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുണ്ട്. ഇതിന്റെ ബ്രാഞ്ചസുകളൊക്കെ വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ബ്രാഞ്ചൊക്കെ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. നമ്മൾ ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പുണർദ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പുണർദ തുടങ്ങുന്നത് ഒരു ഓഗസ്റ്റ് മന്താണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഏപ്രിലിൽ ഞാനിങ്ങനെ ഒരു സ്റ്റോർ വിസിറ്റ്, ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റോർ വിസിറ്റ്സ് നടത്താറുണ്ട്.
എല്ലായിടത്തും പോകുമ്പോൾ, അതായത് ഇപ്പോൾ എറണാകുളം പോയാൽ എറണാകുളം, ട്രിവാൻഡ്രം പോയാൽ ട്രിവാൻഡ്രം, അവിടെ കാണാവുന്ന ഷോപ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റ് പോയാൽ കാലിക്കറ്റ്, അങ്ങനെ ഞാൻ നടത്താറുണ്ട്. അപ്പോൾ എറണാകുളത്ത് ഒരു സ്റ്റോറിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു 10-20 വർഷത്തിന് മേലായിട്ട് ആ സ്റ്റോറ് അവിടെ ഉള്ളതാണ്, ഒരു ബോട്ടിക്ക്. അപ്പോൾ ഞാൻ അവിടുത്തെ ഓണർ ലേഡീനെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ചു, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇതിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, തൃശ്ശൂർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് എൻ്റെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അയക്കാൻ പറഞ്ഞു. അവരൊരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് അത്ര ആ ഒരു എമൗണ്ട് ഇറക്കണത് എനിക്ക് തോന്നി അത്ര ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ഫ്രാഞ്ചൈസിക്ക് എന്ന് തോന്നി ഞാൻ വേണ്ടാന്ന് വെച്ചു. പുണർദ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാംഗ്ലൂരുള്ള ഒരു കുട്ടി അവരുടെ ഫ്രണ്ട്സ് കൂടിയിട്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ പുണർദയുടെ ഫ്രാഞ്ചൈസി കൊടുക്കുമോ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് എൻ്റെ നമ്പർ വാങ്ങിച്ചു വിളിച്ചു. 3 മാസം കൊണ്ട് ഞാൻ ആക്ച്വലി ഷോക്ക്ഡ് ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഇവരെന്നെ പറ്റിക്കുകയാണോ എന്നൊക്കെയാണ്. പക്ഷെ ആ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ 3 പേരും IT പ്രൊഫഷണൽസ് ആണ്. അവരിൽ ഒരാള് ഈ ജോബ് വിട്ടുകൊണ്ട് ഇതിന്റെ 100% ഇതിലേക്ക് ഇരിക്കാനും, ബാക്കി 2 പേര് ജോബ് കണ്ടിന്യൂ ചെയ്യാം, ഇതൊന്ന് സ്റ്റാർട്ട് ആയതിനു ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിത് തുടങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് എനിക്ക് നോളജ് ഉണ്ടെങ്കിൽ എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല. സോ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ജസ്റ്റിസ് ആയിരിക്കില്ല. വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഇപ്പം കറന്റ്ലി സോറി എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ഓരോ മാസം മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നൊരു, നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ത്രൂ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മളെ ആ ഒരു റീൽസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വന്നേക്കുന്ന കസ്റ്റമേഴ്സ് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പല മേഖലകളിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പ്രമുഖരായ പലരും ഇപ്പൊ എന്തായാലും കസ്റ്റമർ ആയിട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നേക്കുന്ന 1-2 ആൾക്കാരുടെ പേര് പറയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഒരു സിസ്റ്റർ പോലെ ധന്യ പറഞ്ഞിട്ട് ഒരു US ഒരു കസ്റ്റമർ ഉണ്ട്. ആള് ഇതുപോലെ റാൻഡമായിട്ട് റീല് കണ്ട് എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. ആ മാഡം എന്നല്ല ധന്യ എന്നോട് എപ്പോഴും വളരെ എൻ്റെ അടുത്ത് ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കസ്റ്റമർ ഉണ്ട്. പിന്നെ അവരുടെ പേര് രേണു എന്നാണ് തോന്നുന്നു. അങ്ങനെ ഒരു മാഡം ഉണ്ട്. അപ്പോൾ അവര് നമ്മുടെ അടുത്ത് റാൻഡമായിട്ട് ഇതുപോലെ വന്നതാണ്. നമ്മുടെ സ്റ്റോറിന്റെ അടുത്താണ് അവരുടെ വീടൊക്കെ വരുന്നത്. അവരിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്റ്റോറൊക്കെ കണ്ടിട്ട്. അവരെന്നോട് പറഞ്ഞു അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് സ്റ്റോർ ഓപ്പൺ ചെയ്യാനായിട്ട്. പക്ഷെ അവർക്കത് ഫാമിലി അതിന് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് സാധിച്ചില്ല. പിന്നെ അവരെൻ്റെ അടുത്ത് അന്ന് പോകുമ്പോൾ അവരെന്നെ ഒന്ന് ഹഗ് ചെയ്തിട്ടൊക്കെയാണ് പോയത്, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട്. ഞാൻ ഓപ്പൺ ചെയ്ത സമയത്തായിരുന്നു. പിന്നെ അവർ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് നാട്ടിൽ വരുമ്പോൾ അത് ചെയ്യും, അവർ വന്ന് ഇവിടുന്ന് പർച്ചേസൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം ഇപ്പം എന്നോട് അവർ ലാസ്റ്റ് ടൈം എന്നോട് ആവശ്യപ്പെട്ടു, ഇനി എപ്പോഴെങ്കിലും ഇത് ഇതിനൊരു എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി എനിക്ക് എന്തായാലും തന്നേക്കണം പറഞ്ഞിട്ട് എല്ലാവരും നോട്ടിട്ടിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് ചർച്ച ചെയ്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്ന ഹാൻഡ്ലൂം സാരീസ് ഒക്കെ തന്നെയാണ്. ശരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കാണ്. എന്താണ് അതിലേക്ക് ഹാൻഡ്ലൂം സാരീസിൽ ഫോക്കസ് ചെയ്യാൻ കാരണം? ആക്ച്വലി ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ അതൊരു ആർട്ടാണ്, അതൊരു കൾച്ചറാണ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹെറിറ്റേജ് ആണ്. അപ്പൊ അത് നിലനിന്ന് പോകേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കേണ്ടത്, ഫ്യൂച്ചറിലേക്ക് വേണ്ടി വെക്കേണ്ട ഒരു ആർട്ട് തന്നെയാണ് ഈ ഹാൻഡ്ലൂം വീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ ഹാൻഡ്ലൂം വീവിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ മോഹൻജദാരോ, ഹാരപ്പ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെല്ലാവരും. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വരെ ഈ വീവിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തെളിവുള്ളത്. അപ്പൊ അത്ര കാലം പുറകിലേക്ക് പോകുന്ന അത് തൊട്ടുള്ള ഒരു കൾച്ചറാണ്, നമ്മുടെ ട്രഡീഷനാണ് ഇന്ന് നമ്മുടെ ഈ വീവിങ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പുണർദ എന്ന് പറഞ്ഞതിലൂടെ നമുക്ക് അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പല വീവേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവർക്ക് ഇതിനൊരു നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. കാരണം നമ്മൾ ആരും തന്നെ അങ്ങനെ ഒരു വീവിങ്, വളരെ കുറച്ച് പേര് മാത്രമേ വീവിങ് ചെയ്യുന്നുള്ളൂ. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല റൂറൽ ആയിട്ടുള്ള വില്ലേജിൽ പോകുമ്പോൾ അവരുടെ ഈ ഒരു ജനറേഷനോട് കൂടിയിട്ട് ഈ വീവിങ് അവർ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം അടുത്ത തലമുറക്കാർ അതിലേക്ക് അത് നിർത്തിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേജസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പുണർദയിലൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു തരത്തില് നമ്മളൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ അത് ഇതുപോലെയുള്ള റൂറൽ വില്ലേജിലെ വീവേഴ്സിന് എസ്പെഷ്യലി അവിടുത്തെ ലേഡീസിന് ഒരു ഇൻകം ആവും. അവർക്ക് അതിനെ ഫ്യൂച്ചറിലേക്ക് അവരതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. നമ്മൾ ഇത് ഈ ഓരോ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടാണ് ആക്ച്വലിയിലോ. അത് ഓരോ വീവേഴ്സിന്റെയും പ്രത്യേക കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഒരു ആർട്ടാണ്. അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് യൂണീക്ക് ആയിട്ടുള്ള പീസാണ്. നമ്മൾ ഓരോ സാരി കൊണ്ടുവരുമ്പോഴും അത് യൂണീക്ക് ആയിട്ടുള്ള പീസാണ്. നമ്മളൊരു മെഷീനിൽ ഉണ്ടാക്കണ പോലെ ഒരു മാസമായിട്ടുള്ള ഒരു എണ്ണമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ ആർട്ടാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അത് നിലനിന്ന് പോവേണ്ട ഒരു കൾച്ചർ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ വിദേശികൾ ഇപ്പൊ നമ്മളൊരു സാരി കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. പല ഫംഗ്ഷൻസിനും അവരും ഈ ഒരു കൾച്ചറിലേക്ക് എത്തുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാണുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്, അവർ സാരി എടുത്തിട്ട് കാണാനായിട്ട്. അതൊക്കെ നല്ല സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവര് എല്ലാവരും ആഘോഷിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. അവര് നമ്മള് വീവേഴ്സിന്റെ അടുത്തൊക്കെ ചെല്ലണ സമയത്ത് അല്ലെങ്കിൽ ആർട്ടിസൻസിന്റെ അടുത്ത് ചെല്ലണത് എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോഴൊക്കെ അവര് ചിലപ്പോൾ നമ്മളോട് പറയും, മാഡം ഞാൻ ഈ മന്ത് ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ജപ്പാനിൽ പോവാണ്, US പോവാണ്. അവർക്ക് ഇവിടെ നിന്നൊക്കെ നല്ല തരത്തില് ആ ഒരു പുറത്തുനിന്നുള്ള ആൾക്കാർ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല പോലെ, നമ്മളെക്കാളും കൂടുതലായിട്ട്. അവർ ഈ കോട്ടണിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. ഓക്കെ. ഈ പുണർദയുടെ ഒരു ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരു ഹോമിലി ഒരു കണക്ഷൻ കിട്ടും നമുക്ക്. ശരിക്കും നമ്മളൊരു സ്റ്റോർ ആയിട്ടല്ല, നമുക്ക് കുറച്ചേരം ഈ പറയുന്ന പോലെ അതിനകത്തൊക്കെ കയറി ഒരു വീട്ടിലൊക്കെ നടക്കുന്ന പോലെയും അത് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല രസമുള്ള ഡിസൈൻസിൽ വെച്ചേക്കുന്നില്ല. ഇതൊക്കെ അറിയ ഐഡിയ ആരുടെ? എൻ്റെ തന്നെയാണ്. അതെവിടെ കിട്ടിയത്? യാത്രകളിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഇതുകളൊക്കെ കിട്ടും കേട്ടോ. ഈ ഒരു ഇന്റീരിയറൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സാധാരണ സ്റ്റോർ പോലെ വേണ്ടാന്നുണ്ടായിരുന്നു. അതായത് ഒരു ബിൽഡിങ്ങിൽ 4 ചുമരിൻ്റെ ഉള്ളിലുള്ള സ്റ്റോർ വേണ്ടാന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ വീടായിട്ടുള്ള ഒരു എണ്ണം കിട്ടുകയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയധികം സംസ്ഥാനങ്ങളിൽ നിന്ന് സാരികൾ കൊണ്ടുവന്ന് നമ്മൾ തൃശ്ശൂർ വെക്കുക. പലരും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം ഉള്ള പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ചിലർ അപ്പുറത്തേക്ക് പോവുക. ഇതിനെല്ലാവരെയും നമുക്ക് നമ്മുടെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും വളരെ കുറച്ച് നാളുകൊണ്ട് 1.5 വർഷം കൊണ്ടൊക്കെ ഇത്ര വേൾഡ് വൈഡ് ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സേവനം കറക്റ്റാണ്, നമ്മുടെ സർവീസുകൾ എല്ലാം അടിപൊളിയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. ഇതിലെ ഓരോ മെസ്സേജുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, പേജിൽ എല്ലാവരും പോസിറ്റീവ് ഇട്ടേക്കുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനം. എന്തായാലും അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഇമോഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഇമോഷനുള്ളിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ മുമ്പോട്ട് പോകണേ. ലോകം മൊത്തം എത്തട്ടെ. എല്ലാവിധ ആശംസകളും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ സ്റ്റോറുകളോ എല്ലാം തുടങ്ങാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ശ്രീനാഥ്. താങ്ക് യു വെരി മച്ച്.